പത്തനംതിട്ട ജില്ലയിൽ വെള്ളപ്പൊക്കവും മഴക്കെടുതിയും നേരിടാനുള്ള മുന്നൊരുക്കം നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്നാണ് മുൻ MLA രാജു എബ്രഹാം പറഞ്ഞത്. മുന്നൊരുക്കം കേവലം വാചകമടിയിൽ ഒതുങ്ങിയെന്നും വിമർശനം. ഇങ്ങനെയുള്ള ഒരു പ്രളയത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ചെയ്തില്ല. എല്ലാം വാചകമടിയിലൂടെയുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വാചകമടിച്ചാൽ ഒരു പ്രളയം ഇപ്പോൾ ഒരു ദിവസം മഴ പെയ്തപ്പോഴാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. നേരത്തെയൊക്കെ 1 മാസവും 2 മാസവും തുടർച്ചയായിട്ട് മഴയുണ്ടായിരുന്നു, തീവ്രമഴ ഉണ്ടായിരുന്നു, വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരുന്നു, അണക്കെട്ടുകൾ തുറന്നു വിട്ടിരുന്നു. പക്ഷേ അന്ന് നമുക്ക് ഇപ്പോൾ റാന്നി തന്നെ നമുക്കറിയാം 2018 പ്രളയം അത്രയും വലിയ പ്രളയം ഇപ്പം വന്നതിൻ്റെ 2 ഇരട്ടി പ്രളയം ഉണ്ടായിട്ട് പോലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റി. അപ്പോൾ ഏകോപനമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് ഇതൊരു സർക്കാർ സ്പോൺസേർഡ് വെള്ളപ്പൊക്കം എന്ന നിലയിൽ നഷ്ടപരിഹാരം ഇവിടുത്തെ കച്ചവടക്കാർക്കും ഇവിടുത്തെ വീട്ടുകാർക്കും ഉണ്ടായ ഈ നഷ്ടം സമ്പൂർണ്ണമായി സർക്കാർ നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്.